കോഴ്സ് ഫീസ് കുത്തനെ ഉയർത്തിയതിനെ തുടർന്ന് പഠനം ഉപേക്ഷിച്ച് ബിരുദ വിദ്യാർത്ഥി. താമരശ്ശേരി സ്വദേശിയായ അർജുനാണ് കാർഷിക സർവകലാശാലയിലെ പഠനം ഉപേക്ഷിച്ച് TC വാങ്ങി നാട്ടിലേക്ക് മടങ്ങിയത്. തിരുവനന്തപുരം വെള്ളായണി കാർഷിക സർവകലാശാലയിലെ 1ാം വർഷ ബിരുദ വിദ്യാർത്ഥിയായിരുന്നു അർജുൻ. പ്രവേശന സമയത്ത് വിജ്ഞാപനത്തിൽ പറഞ്ഞിരുന്നത് ഒരു സെമസ്റ്ററിന് 12,000 രൂപയായിരുന്നു. എന്നാൽ പുതിയ വിജ്ഞാപന പ്രകാരം ഫീസ് കുത്തനെ ഉയർത്തി. ഹോസ്റ്റൽ ഫീസ്, അനുബന്ധ ചെലവുകൾ എന്നിവ കണക്കിലെടുക്കുമ്പോൾ ഒരു വർഷം 1.5 ലക്ഷം രൂപയിലധികം ചെലവ് വരും. ഭാരിച്ച തുക കണ്ടെത്താനുള്ള സാമ്പത്തിക ശേഷിയില്ലാത്തതിനാൽ പഠനം ഉപേക്ഷിച്ച് അർജുൻ നാട്ടിലേക്ക് മടങ്ങി. യൂണിവേഴ്സിറ്റി പതിവിലുള്ള ഫീസിനെക്കാട്ടിലും 3 ഇരട്ടി ഫീസ് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് അഫോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇറങ്ങിയത്. ഏകദേശം ഒരു 8 സെമസ്റ്റർ പഠിക്കുമ്പോഴേക്കും ഒരു പ്രൈവറ്റ് കോളേജിൽ അടയ്ക്കേണ്ട തുക ഞാൻ ആ കോളേജിൽ അടയ്ക്കേണ്ടി വരും. അതുകൂടാതെ ഹോസ്റ്റൽ ഫീസ്, നമ്മുടെ ചിലവ് എന്നൊക്കെ പറഞ്ഞ് നല്ലൊരു എമൗണ്ട് അടയ്ക്കേണ്ടി വരും. അപ്പോൾ അതിന് എനിക്ക് വലിയ താല്പര്യമില്ല. പിന്നെ ഏകമുള്ളൊരു ഓപ്ഷൻ എന്താ വെച്ചാൽ ലോൺ എടുക്കണം. ലോൺ എടുത്തിട്ട് ഒരു സർക്കാർ കോളേജിൽ പഠിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ എത്രത്തോളം ബുദ്ധിമുട്ടായിരിക്കും എല്ലാവർക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവിടുന്ന് കാര്യമായിട്ട് ഇറങ്ങാനുള്ള റീസൺ. +2 പഠനത്തിന് ശേഷം നീറ്റ് പരീക്ഷ എഴുതിയാണ് അർജുൻ സർവകലാശാലയിൽ പ്രവേശനം നേടിയത്. വീണ്ടും പ്രവേശന പരീക്ഷ എഴുതി കുറെ കൂടി മികച്ച സ്ഥാപനത്തിൽ പ്രവേശനം നേടാനാണ് അർജുൻ്റെ നീക്കം. താമരശ്ശേരിയിലെ സാധാരണ കർഷകനാണ് അർജുൻ്റെ പിതാവ്. സർവകലാശാലയിലെ വൻ ഫീസ് വർധനയ്ക്കെതിരെ വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധമുയർത്തിയെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ഫീസ് വർധന അനിവാര്യമെന്നാണ് അധികൃതരുടെ നിലപാട്. ന്യൂസ് 18 കോഴിക്കോട്. അർജുന്റെ ഈ ദുരവസ്ഥ അത് കേരളം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. സർക്കാർ കോളേജിലാണ് ഇങ്ങനെ കോഴ്സ് ഫീസ് ഉയർത്തിയിരിക്കുന്നത്. പ്രോസ്പെക്ടസിൽ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഫീസ് കൊടുക്കേണ്ടി വരികയാണെന്നാണ് അർജുൻ പറയുന്നത്. അതുമാത്രമല്ല, താൻ പഠിച്ച വെള്ളായണി കോളേജിന് മുന്നിൽ നിന്ന് ഒരു വീഡിയോ ചിത്രീകരിച്ച് തൻ്റെ ദുരവസ്ഥയും അവിടെ പഠിക്കുന്ന മറ്റു വിദ്യാർത്ഥികൾക്കും ഇങ്ങനെ ഫീസ് കൂടുതൽ കൊടുക്കേണ്ടി വരുന്നു, അവരും പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എങ്ങനെ എന്നറിയാതെ കുഴങ്ങുകയാണ് എന്ന കാര്യവും അർജുൻ കേരളത്തോട് വിളിച്ചു പറഞ്ഞതാണ്. ഇക്കാര്യത്തിൽ ഇടപെടേണ്ട സമയമായിരിക്കുകയാണ്. സർക്കാർ ഇടപെടണം. എന്തുകൊണ്ടാണ് കോഴ്സ് ഫീസ് പ്രോസ്പെക്ടസിൽ പറഞ്ഞതിനേക്കാൾ കൂടുതൽ നൽകേണ്ടി വരുന്നത്? അതെങ്ങനെ ഒരു അധ്യയന വർഷത്തിന്റെ ഇടയ്ക്ക് വെച്ച് ഫീസ് കൂട്ടുന്നു? ഇക്കാര്യങ്ങളിൽ മറുപടി പറയേണ്ടത് കാർഷിക വകുപ്പാണ്. ഇത് സർക്കാർ കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികളുടേതിന് സമാനമായ രീതിയിൽ ഫീസ് കൊടുക്കേണ്ടി വരുന്ന ഒരവസ്ഥ അത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല. അർജുൻ്റെ ഈ അനുഭവം അത് ചർച്ച ചെയ്യപ്പെടേണ്ടതും ഇതുകൊണ്ടുകൂടി ആണ്. MS അനീഷ് കുമാർ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അനീഷ്, എന്താണ് ഇപ്പോൾ അർജുൻ പറയുന്നത്? അർജുൻ ഇക്കാര്യം തുറന്നു പറഞ്ഞതിന് ശേഷം കോളേജിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വിശദീകരണം വന്നിട്ടുണ്ടോ? എന്തുകൊണ്ട് ഇങ്ങനെ ഫീസ് കൂടുന്നു? അർജുൻ പറഞ്ഞത് പൂർണ്ണമായിട്ടും ശരിയാണല്ലോ അല്ലേ? തീർച്ചയായും ഒരുപക്ഷെ കാര്യങ്ങൾ ശരിയാണെങ്കിൽ, അല്ലെങ്കിൽ നേരത്തെ പ്രോസ്പെക്ടസിൽ പറഞ്ഞ ഫീസ് ആയിരുന്നെങ്കിൽ ഇന്ന് പ്രവേശനം തുടങ്ങുന്ന ദിവസമാണ്. ഇന്ന് ബാക്കി പണം കൂടി അടച്ച് ക്ലാസ്സിൽ ഇരിക്കേണ്ട ആളാണ് അർജുൻ. പക്ഷേ ആദ്യ ഗഡുവായി ഏതാണ്ട് 30,000 രൂപ അടച്ചിരുന്നു. അതിനുശേഷം പ്രവേശന ദിവസമാണ് ബാക്കി പണം അടച്ച് ക്ലാസ്സിൽ കയറേണ്ടത്. പക്ഷേ ആ പണം തരമാക്കാൻ ഒരു നിർവാഹവുമില്ല എന്ന് അർജുൻ പറയുന്നു. അമ്മയുടെ മാല പണയം വെച്ചാണ് ആദ്യത്തെ ആ ഫീസ് തന്നെ അടച്ചത്. അതുകൊണ്ട് ഈ ഫീസ് കൂടി അടച്ച് ആ കോളേജിൽ പ്രവേശനം തേടുക തന്നെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. കാരണം ഇത്തവണത്തെ ഫീസ് മാത്രം അടച്ചാൽ പോരാ. ഒരു വർഷം 2 സെമസ്റ്ററുകളിലായി ഫീസ് അടയ്ക്കണം. അത്തരത്തിൽ 4 വർഷമുണ്ട് കോഴ്സ് പൂർത്തിയാക്കാൻ. ഒപ്പം ഈ ഹോസ്റ്റൽ ഫീസ്, മെസ് ഫീസ്, അങ്ങനെ മറ്റ് അനുബന്ധ ചിലവുകൾ, നമുക്കറിയാം പഠനത്തിന് വേണ്ടി മറ്റൊരു സ്ഥലത്ത് താമസിച്ച് പഠിക്കുമ്പോൾ വീണ്ടും അനുബന്ധ ചിലവുകൾ വരും. അങ്ങനെ ആകുമ്പോൾ ഒരു സെമസ്റ്ററിൽ ഒരു വർഷം പൂർത്തിയാക്കണമെങ്കിൽ പോലും 1.5-2 ലക്ഷം രൂപയുടെ അടുത്തേക്ക് കാര്യങ്ങൾ നീങ്ങും. അങ്ങനെ എങ്കിൽ കോഴ്സ് പൂർത്തിയാക്കണമെങ്കിൽ ഒരു 7-8 ലക്ഷം രൂപയെങ്കിലും ചുരുങ്ങിയത് വേണ്ടി വരും. ഇത്തരമൊരു സാഹചര്യത്തിൽ വിദ്യാഭ്യാസ വായ്പയെ ആശ്രയിച്ച് വേണം പിന്നീട് പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ന സ്ഥിതിയും വരും. പക്ഷേ അർജുൻ ഇവിടെ കൃത്യമായ നിലപാട് തന്നെയാണ് പറയുന്നത്. കാരണം നീറ്റ് പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ ഇടം ലഭിച്ചാണ് തനിക്ക് കാർഷിക സർവകലാശാലയിൽ അഡ്മിഷൻ കിട്ടിയത്. അതൊരു സർക്കാർ കോളേജാണ്, സർക്കാർ പഠിപ്പിക്കേണ്ട കോളേജാണ്. അവിടെ ഈ സ്വകാര്യ കോളേജുകളിലെ ഫീസിൻ്റെ നിലവാരത്തിലേക്ക് ഫീസ് ഉയർത്തിയാൽ പിന്നെ എന്തിനാണ് മെറിറ്റിൽ പഠിച്ച് കഷ്ടപ്പെട്ട് മികച്ച മാർക്ക് നേടി ഇത്തരം സ്ഥാപനങ്ങളിൽ താൻ അടക്കമുള്ള വിദ്യാർത്ഥികൾ വരുന്നത്
ഉള്ളത്. അതുകൊണ്ട് സ്വകാര്യ കോളേജുകളെ അപേക്ഷിച്ച് കൂടുതൽ മികച്ച രീതിയിലുള്ള വിദ്യാഭ്യാസം, കുറഞ്ഞ നിരക്കിലുള്ള വിദ്യാഭ്യാസം എന്നത് മാത്രം ലക്ഷ്യം വെച്ചാണ് പലരും കഷ്ടപ്പെട്ട് ഉറക്കം വിളിച്ചിരുന്നൊക്കെ പഠിച്ച് നീറ്റും മറ്റു പ്രവേശന പരീക്ഷകളുടെ കടമ്പ കടന്ന് വരുന്നത്. പക്ഷേ അവിടെ എത്തുമ്പോഴേക്കും വീണ്ടും വായ്പയെടുത്തോ അല്ലെങ്കിൽ വീട് വിറ്റോ പഠിക്കേണ്ടി വരുന്ന അവസ്ഥ അങ്ങേറ്റം മോശമായ ഒരു കീഴ്വഴക്കമാണ് എന്ന് അർജുൻ പറയുകയും ചെയ്യുന്നു. എന്തായാലും അതൊരു കൃത്യമായ സന്ദേശം തന്നെയാണ്. ഇക്കാര്യത്തിൽ കൃഷിമന്ത്രി പി പ്രസാദിന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. പി പ്രസാദിന്റെ ഒരു ബൈറ്റ് വന്നിട്ടുണ്ട്. അടിയന്തരമായി വിദ്യാർത്ഥിയെ തിരികെ എത്തിക്കണമെന്നാണ് മന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഫീസ് വർധനയുടെ പേരിൽ ഒരു വിദ്യാർത്ഥിയുടെയും പഠനം മുടങ്ങില്ല എന്നാണ് മന്ത്രിയുടെ ഉറപ്പ്. പ്രത്യേക ഇളവിന് അർഹതയുള്ള കുട്ടിയാണ് അർജുൻ എന്നും മന്ത്രി പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. സർവകലാശാല അധികൃതരുമായി ഞാൻ അക്കാര്യം സംസാരിച്ചിട്ടുണ്ട്. ഒരു വിദ്യാർത്ഥി കഴിഞ്ഞ ദിവസം TC വാങ്ങിച്ചു എന്നാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലായത്. ആ വിദ്യാർത്ഥിയെ അടിയന്തരമായി ബന്ധപ്പെടണമെന്നും അദ്ദേഹത്തിനെ തിരികെ കോടതിയിൽ പ്രവേശിപ്പിക്കണമെന്നും സർവകലാശാല അധികൃതർ പറഞ്ഞിട്ടുണ്ട്. അവരിപ്പോൾ തന്നെ ആൾറെഡി മെയിൽ അയച്ചിട്ടുണ്ട്. ആ വിദ്യാർത്ഥി ഫീസ് ആനുകൂല്യത്തിന്റെ പരിഗണനയിൽ വരുന്ന കുട്ടിയാണ്. ഒരു കാരണവശാലും പോകേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് ആ ഫീസ് അടച്ചല്ല, ആദ്യം അടയ്ക്കുന്ന ഒരു ചെറിയ പൈസ അല്ലാണ്ട് പിന്നീട് പൈസ അടയ്ക്കേണ്ട ആവശ്യമേ ഇല്ല. അതെന്തോ ചില തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടോ? അദ്ദേഹം തന്നെ പറയുന്നത് ഞാൻ കേട്ടു, സീനിയേഴ്സ് പലരും പറഞ്ഞു എന്നാണ്. സീനിയേഴ്സ് പറയുന്ന അനുസരിച്ചല്ലല്ലോ നമ്മൾ തീരുമാനിക്കേണ്ടത്. സീനിയേഴ്സ് അല്ലല്ലോ ഒരു കോളേജിന്റെയോ സർവകലാശാലയുടെയോ ഏറ്റവും ഉന്നതരായ അധികാരികൾ എന്ന് പറയുന്നത്. അത് നിങ്ങൾ കൊടുത്ത വാർത്തയിൽ നിന്നാണ് ഞാനത് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ തിരികെ കോളേജിൽ പ്രവേശനം TC വാങ്ങിച്ചു എന്നുള്ളതിന്റെ പേരിൽ ഇനി അദ്ദേഹത്തിന് ഇനിയും പഠനമില്ല എന്ന തരത്തിൽ ഉണ്ടാവരുത്. TC കൊടുത്തു, TC അദ്ദേഹം വാങ്ങിച്ചു എങ്കിലും തിരികെ കോടതിയിൽ അദ്ദേഹത്തെ പ്രവേശിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന് ഫീസിന്റെ കാര്യത്തിൽ പ്രശ്നമുണ്ടാവുകയില്ല. സർവകലാശാല ഒരു ഫീസ് സ്ട്രക്ചർ മുമ്പോട്ടേക്ക് വെച്ചിരുന്നു. ആ കാര്യത്തിൽ ഞാൻ തന്നെ മുൻകൈ എടുത്തൊരു ചർച്ച നടത്തുന്നതിനിടയിലാണ് കോടതിയിലേക്ക് ഈ സംഭവം പോയത്. ഞാൻ മനസ്സിലാക്കും വിദ്യാർത്ഥികളൊക്കെ തന്നെയാണ് കോടതിയിൽ സമീപിച്ചത്. അപ്പോൾ കോടതിയുടെ പെൻഡിങ്ങിൽ നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് പിന്നെയും ഇതിനകത്തൊരു പരിഹാരത്തിലേക്ക് എത്താൻ കഴിയാതെ പോകുന്നത്. തീർച്ചയായിട്ടും ഒരു വലിയ വർധനവോ വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നതാണ്. സാധാരണ കുടുംബങ്ങളിൽ നിന്ന് പോകുന്ന കുട്ടികളടക്കമുള്ളവർക്ക് ഒരു വലിയ സാമ്പത്തിക ഭാരം അടിച്ചേൽപ്പിക്കുന്ന ഒന്നും ഉണ്ടാവുകയില്ല. അത് ഏതെല്ലാം തരത്തിൽ വിദ്യാർത്ഥികളുമായി തന്നെ ഒരു ആലോചന നടത്തിയിട്ടുണ്ട്. കോടതിയുടെ പരിഗണനയിൽ കൂടി ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അവരെ എങ്ങനെ സഹായിക്കാൻ കഴിയുന്ന തരത്തിൽ സർവകലാശാല തന്നെ ചില സ്കോളർഷിപ്പുകളെയും കൂടി വെച്ചുകൊണ്ടാണ് ആ ഫീസ് ഘടന കൊണ്ടുവന്നത്. സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവർക്കോ നാളെ സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്ക് പോകുന്നവർക്കോ അങ്ങനെയാണെങ്കിൽ പോലും ഒരു 2-3 സെമസ്റ്റർ ഫീസ് അടച്ചു കഴിഞ്ഞാൽ പിന്നെയും ബുദ്ധിമുട്ടുണ്ടാവും, സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായാൽ അവരെയും സഹായിക്കുന്ന തരത്തിലൊരു നിർദ്ദേശമാണ് സർവകലാശാല സമർപ്പിച്ചിരിക്കുന്നത്. അത് എന്റെ ചർച്ചയുടെ അന്തിമമാക്കിയിട്ടില്ല. ഇനി ഏതെങ്കിലും തരത്തിൽ അതൊന്നും അംഗീകരിക്കാൻ പറ്റാത്ത ഒന്നാണ് എന്ന് വിദ്യാർത്ഥി സമൂഹം പറയുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിനെ മുഖവിലക്കെടുത്തുകൊണ്ട് വേണ്ട ക്രമീകരണങ്ങൾ വരുത്തുക. മറ്റ് സർവകലാശാലകളിലും മറ്റും ഉള്ള ഫീസിന്റെ ഘടനയും മറ്റുകളെല്ലാം നോക്കിക്കൊണ്ട് ആവശ്യമായ ഭേദഗതികൾ വരുത്തുന്നതായിരിക്കും. ഇതാണ് മന്ത്രി പി പ്രസാദിന്റെ വാക്കുകൾ. അവിടെ ചില സാങ്കേതിക പ്രശ്നങ്ങളും കൂടി ഉണ്ടായിട്ടുണ്ട് എന്നാണ് മന്ത്രി പറയുന്നത്. കോടതിയുടെ പരിഗണനയിലും ഈ വിഷയമുണ്ട്. കോളേജിന്റെ ഫീസ് കൂട്ടുവാനുള്ള ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് കോടതി പരിഗണനയിലാണ്. ഈ സമീപകാലത്തെ ചില റിപ്പോർട്ടുകൾ അനീഷ് സൂചിപ്പിക്കുന്നത് 15,000 രൂപയായിരുന്ന ഫീസ് 50,000 രൂപയാക്കി ഉയർത്തിയിട്ടുണ്ടെന്നാണ്. അതിപ്പോൾ മന്ത്രി പറയുന്നത് വെച്ച് നോക്കുമ്പോൾ അത്തരം സാങ്കേതിക കാര്യങ്ങളുണ്ടായിരുന്നു. മാത്രമല്ല ഈ കുട്ടി ഫീസ് ഇളവിന്റെ പരിധിയിൽ വരുന്ന വിദ്യാർത്ഥി കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഒരു തെറ്റ് സംഭവിക്കുന്നതാണോ അനീഷ് വിദ്യാർത്ഥി പ്രവേശനത്തിൽ? അത് മാത്രമല്ല ഇത് സർക്കാർ കോളേജ് കൂടിയാണ്. അങ്ങനെ ഒരു തെറ്റ് സംഭവിക്കുന്നത് വളരെ വളരെ അപൂർവമാണല്ലോ. മഞ്ജുഷ, ഇത് മറ്റൊരു കാര്യം പരിഗണിക്കേണ്ടത് ഈ ഗ്രാന്റ് എന്ന ഗ്രാന്റിന് സാമ്പത്തിക സഹായത്തിന് കുട്ടി അർഹനാണ്. അക്കാര്യം ഈ വിദ്യാർത്ഥിക്ക് അറിയിക്കുകയും ചെയ്യാം. പക്ഷേ ആ ഗ്രാന്റിന് അർഹനാണെങ്കിൽ പോലും ആദ്യ 2 സെമസ്റ്ററുകളിൽ അടയ്ക്കേണ്ട പണം ഈ കുട്ടി അടയ്ക്കുക തന്നെ വേണം. പിന്നീട് ഈ ഗ്രാന്റ് ഈ പല കുട്ടികൾക്കും സീനിയേഴ്സായ പല കുട്ടികൾക്കും ഇത് ലഭിച്ചിട്ടില്ല എന്ന് അവർ തന്നെ ഈ വിദ്യാർത്ഥിയോട് പറയുകയും ചെയ്തു. എന്നാലും അത്തരമൊരു സാഹചര്യത്തിൽ കൂടിയാണ്. കാരണം ഈ പണം പിന്നീട് സഹായം ലഭ്യമാവെങ്കിൽ പോലും ആദ്യം ചേരാനുള്ള പണം ആ കുട്ടിയുടെ കയ്യിൽ ഇല്ല. അതുതന്നെയാണ് വാസ്തവം. ഒപ്പം മറ്റൊരു നയപരമായ തീരുമാനം കൂടി ആ കുട്ടിയുടെ ഒരു പ്രതിഷേധത്തിലുണ്ട്. കാരണം പഠിച്ച് കഷ്ടപ്പെട്ട് നീറ്റ് പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ ഉന്നത മാർക്ക് കരസ്ഥമാക്കിയാണ് കാർഷിക സർവകലാശാല പോലൊരു സർവകലാശാല ക്യാമ്പസിൽ അഡ്മിഷൻ കിട്ടുന്നത്. പക്ഷേ അവിടെ എത്തുമ്പോൾ സ്വകാര്യ കോളേജുകളെക്കാൾ വലിയ നിരക്ക് മുടക്കി അല്ലെ പണം മുടക്കി പഠിക്കേണ്ടത് എന്തിനെന്ന ചോദ്യം പ്രസക്തമാവുകയാണ്. 12,000 രൂപ ഉണ്ടായിരുന്ന ഫീസ് 36,000 രൂപയായി വർദ്ധിപ്പിക്കുന്നു. അതായത് 3 ഇരട്ടിയായാണ് ഫീസ് വർദ്ധിപ്പിക്കുന്നത്. സർവകലാശാല ഇതിന് പറയുന്ന
ന്യായം സർവകലാശാല കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു. സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട ചില സാമ്പത്തിക സഹായങ്ങൾ ലഭിക്കുന്നില്ല. അതുകൊണ്ട് ഫീസ് വർധനമില്ലാതെ മറ്റു കാര്യമില്ല സർവകലാശാലയ്ക്ക് പിടിച്ചു നിൽക്കാൻ എന്ന് പറയുന്നു. നേരത്തെ വിദ്യാർത്ഥി സംഘടനകളും മറ്റുമൊക്കെ ഈ വിഷയം ചൂണ്ടിക്കാണിച്ച് പ്രക്ഷോഭത്തിനൊക്കെ എത്തിയെങ്കിൽ പോലും ഒരു അണുവിട പോലും മാറ്റം വരുത്താൻ പിന്നീട് സർവകലാശാല അധികൃതർ തയ്യാറായില്ല. നമുക്കറിയാം സർവകലാശാലയ്ക്കുണ്ടാകുന്ന പ്രതിസന്ധി അല്ലെങ്കിൽ സർവകലാശാലയുടെ സാമ്പത്തിക പ്രതിസന്ധി അത് സാധാരണക്കാരായ പഠിച്ച് മാർക്ക് നേടി വരുന്ന കുട്ടികളുടെ മേൽ അടിച്ചേൽപ്പിച്ചല്ല സാമ്പത്തിക ഭദ്രത കരസ്ഥമാക്കേണ്ട ഒരു കാര്യം ചെയ്യേണ്ടത്. അതിൻ്റെ ഉത്തരവാദിത്തം ഒരു തരത്തിലും കുട്ടികളെ കൊണ്ട് നിർവഹിക്കാൻ കഴിയുമില്ല. എന്തായാലും ആ ഒരു അർത്ഥത്തിൽ കൃത്യമായ ഒരു തീരുമാനം തന്നെയാണ് അർജുൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം നേരത്തെ സമരങ്ങളടക്കം നടത്തി രംഗത്തെത്തിയിട്ടും ഇക്കാര്യത്തിൽ ഒരു അലിയുന്ന നിലപാട്, ഒരു കരുണാർദ്രമായ നിലപാട് അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. കൃത്യമായ ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ഒരു വിദ്യാർത്ഥി തന്നെ പഠനം അവസാനിപ്പിച്ച് പോകുമ്പോഴാണ് എന്തായാലും മന്ത്രി ഈ കുട്ടിയുടെ വിഷയത്തിൽ ഇടപെടും എന്നൊക്കെ പറയുമ്പോഴും മറ്റ് സമാനമായ സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുന്ന അല്ലെങ്കിൽ അമ്മയുടെ മാല പണയം വെച്ചും വീടിൻ്റെ ആധാരം പണയം വെച്ചുമൊക്കെ അല്ലെങ്കിൽ വലിയ പലിശയ്ക്ക് വായ്പ എടുത്തുമൊക്കെ പഠനത്തിന് വരുന്ന മറ്റ് സാധാരണക്കാരായ വിദ്യാർത്ഥികൾ കൂടിയുണ്ട്. അവരുടെ അടക്കം കാര്യങ്ങളിൽ ഒരു കൃത്യമായ നിലപാടുണ്ടാവണം. കേവലം ഒരു കുട്ടിയെ മാത്രം TC നൽകി പ്രവേശിപ്പിച്ചുകൊണ്ട് ആ ക്യാമ്പസിലെ അല്ലെങ്കിൽ ശരിയാണ്, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മറ്റ് ക്യാമ്പസുകളിലും ഉണ്ടോ എന്നുള്ളത് കൂടിയാണ് അന്വേഷിക്കേണ്ടത്.